നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. തിരിച്ചടിയിൽ പാകിസ്ഥാനെ വിറപ്പിച്ചത് ഇന്ത്യയുടെ മികച്ച ആയുധങ്ങളായിരുന്നു. 9 കേന്ദ്രങ്ങളിലും ഇന്ത്യയുടെ മിസൈൽ മഴ തന്നെ പെയ്തുവെന്ന് വിശേഷിപ്പിക്കാം. കൃത്യം ലക്ഷ്യം ഭേദിക്കുന്ന യുദ്ധോപകരണങ്ങളാണ് ഇന്ത്യ ഉപയോഗിച്ചത്. ലക്ഷ്യസ്ഥാനം തിരിച്ചറിയാൻ ഇന്റലിജൻസ് ഏജൻസികളാണ് ഇന്ത്യക്ക് സുപ്രധാനമായ വിവരങ്ങൾ കൈമാറിയത്. സർജിക്കൽ സ്ട്രൈക്കിനായി സ്കാൽപ് മിസൈലുകൾ, ഹാമർ ബോംബുകൾ തുടങ്ങിയവയോടൊപ്പം പ്രിസിഷൻ സ്ട്രൈക്ക് ആയുധ സംവിധാനങ്ങളും ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് സിസ്റ്റംസ് ഉപയോഗിച്ചുവെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിനായി സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും തെരഞ്ഞെടുത്തത് പ്രത്യേക ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നതിനും സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് അടിവരയിടുന്നത്. കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ. ഫ്രാൻസ് നിർമ്മിത സ്കാൽപ് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി ഉപയോഗിച്ചു. സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന സ്കാൽപ് ദീർഘദൂര ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സ്റ്റെൽത്ത് സവിശേഷതകൾക്ക് പേരുകേട്ട വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലാണ്. ലോകമെമ്പാടുമുള്ള പ്രതിരോധ സേനകൾക്ക് ഇത് പ്രിയങ്കരമാകുന്നത് രാത്രിയിലും എല്ലാ കാലാവസ്ഥയിലും ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നതാണ്. 450 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള സ്കാൽപ് മിസൈലിന്റെ കൃത്യതയുടെ ഭൂരിഭാഗവും അതിന്റെ നൂതന നാവിഗേഷൻ സംവിധാനത്തിലൂടെയാണ്. ഇത് INS, GPS, ടെറൈൻ റിഫറൻസിംഗ് എന്നിവ ഉപയോഗിക്കുന്നു. യൂറോപ്യൻ കൺസോർഷ്യമായ MBDA ആണ് മിസൈൽ നിർമ്മിക്കുന്നത്. കാഠിന്യമേറിയ ബങ്കറുകളിലും വെടിക്കോപ്പുകളിലും തുളച്ചു കയറുന്നതിനും അനുയോജ്യമായ ആയുധമായി ഇത് കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം റഷ്യയ്ക്കുള്ളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ ആദ്യമായി ഉപയോഗിച്ചതും ഇതേ മിസൈൽ തന്നെയാണ്. 450 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡുകൾ വഹിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ഒരു ജെറ്റിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ താഴേക്ക് പറക്കുന്നതിനാൽ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് ശക്തി പകർന്നത് മറ്റൊന്ന് ഹാമർ ബോംബാണ്. ഈ ഓപ്പറേഷനിലും ഉപയോഗിച്ചത് ഹാമർ ബോംബാണ്. ഇത് പലപ്പോഴും ഗ്ലൈഡ് ബോംബ് എന്നും അറിയപ്പെടുന്നു. 70 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളവയാണ് ഹാമറുകൾ. എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണമായ ഹാമർ 125 കിലോഗ്രാം മുതൽ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്ന ഒരു മോഡുലാർ കിറ്റാണ്. GPS, ഇൻഫ്രാറെഡ് ലേസർ രശ്മികൾ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ അതിന്റെ സഹായത്താൽ കൂറ്റൻ ലക്ഷ്യങ്ങളെ വളരെ വേഗം ഭേദിക്കാനും ഇതിന് സാധിക്കും. റഫാൽ വിമാനങ്ങൾക്ക് ഒരേ സമയം 6 ഹാമറുകൾ വരെ വഹിക്കാനാകും. ഫ്രഞ്ച് പ്രതിരോധ സ്ഥാപനമായ സഫ്രാൻ വികസിപ്പിച്ചെടുത്ത ഹാമർ ഇലക്ട്രോണിക് ജാമിങ്ങിനെയും പ്രതിരോധിക്കും. കൂടാതെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലൂടെ താഴ്ന്ന ഉയരത്തിൽ നിന്നും വിക്ഷേപിക്കാനും കഴിയും. തടസ്സങ്ങൾ ഒഴിവാക്കാനും ഉറപ്പുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനുമുള്ള ഇതിന്റെ കഴിവ് ഇതിനെ വളരെ ഫലപ്രദമായ ഒരു പ്രഹരശേഷിയുള്ള ആയുധമാക്കി മാറ്റുന്നു. ഇവിടെ 70 കിലോമീറ്റർ പ്രഹരപരിധി ഇന്ത്യൻ ജെറ്റുകൾക്ക് ശത്രു റഡാറുകളിൽ നിന്നും മിസൈൽ സംവിധാനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയും. ഈ ബോംബുകൾ ഭീകര വിക്ഷേപണ കേന്ദ്രങ്ങളെയും കമാൻഡ് പോസ്റ്റുകളെയും നിർവീര്യമാക്കുന്നതിന് അനുയോജ്യമാണ്. അതേസമയം ഇക്കൂട്ടത്തിൽ റഫാൽ യുദ്ധവിമാനത്തെക്കുറിച്ചും പറയാതിരുന്നുകൂടാ. റഫാൽ യുദ്ധവിമാനത്തിൽ നിന്ന് തൊടുക്കുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളുടെ പ്രഹരശേഷി വർദ്ധിപ്പിച്ച് ഇന്ത്യൻ വ്യോമസേന കരുതലെടുത്തതും വെറുതെ ആയിരുന്നില്ല. റഫാലിലെ ആയുധബലം ഇന്ത്യൻ സേനയ്ക്ക് കരുത്താണ്. 9.3 ടൺ ആയുധങ്ങൾ ഈ വിമാനത്തിന് വഹിക്കാം. മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലും ഇതിലുണ്ട്. ആകാശത്തെ ലക്ഷ്യം തകർക്കാനുള്ള മിസൈലുമുണ്ട്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലിന്റെ ദൂരപരിധി 120 മുതൽ 180 കിലോമീറ്റർ ആണ്. പഹൽഗാമിനുള്ള തിരിച്ചടി എല്ലാ അർത്ഥത്തിലും റഫാലിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ വിജയമൊരുക്കി. ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി. ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം. മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു. മുറിഡ്ഗയിലെ ലഷ്കർ ആസ്ഥാനവും ബഹൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു. ആക്രമണത്തിൽ 30 ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 55-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നും വിവരമുണ്ട്. മുസഫറാബാദിലെ ഭീകര കേന്ദ്രം ഇന്ത്യ നിലംപരിശാക്കുകയും ചെയ്തു.